പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മന്ത് ഓഫ് പ്രയറിന്റെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഈ സമയം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ. ദൈവം നമ്മെ നടത്തുന്ന വഴികൾ ഓരോ നാളുകളിലും വളരെ വ്യത്യസ്തകരമായിട്ടുള്ള നിലകളിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കാഴ്ചപ്പാടുകൾ വയ്ക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നു. ഈ നിമിഷവും നമുക്ക് ഒരുമിച്ച് ആ നന്മകളെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകട്ടെ. വേഗത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സന്ദേശം നമ്മൾ ഒത്തിരി പ്രാവശ്യം ദൈവവചനത്തിൽ നിന്ന് കേട്ട ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ എപ്പോഴും അതിന്റെ മാറ്റ് കുറഞ്ഞു പോകാതെ ഇന്നും ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവപ്രവൃത്തികളുടെ വലിപ്പത്തെ വിളിച്ച് കാണിക്കുന്ന വിലപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് തിരുവചനത്തിന് ധ്യാനത്തിന് വേണ്ടി ചിന്തിച്ചത്. പ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? അതൊരു ചോദ്യചിഹ്നമായി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ദൈവനാമത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അതെല്ലാം പരിപൂർണമായും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം പിന്നെയും ബാക്കിയാണ്. ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ, യേശു കർത്താവ്, യേശുവിന്റെ ഏറ്റവും സ്നേഹിതന്മാരിൽ ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. യേശുവിനെ ഒത്തിരി സ്നേഹിക്കുകയും യേശുവിനോട് ഒത്തിരി കൂടെ യാത്രകൾ ചെയ്ത പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു പത്രോസ് എന്ന വ്യക്തി. എന്നാൽ യേശു കർത്താവ് ഒരിക്കൽ പ്രകാരം പറയുന്നു: പത്രോസെ, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. എന്നാൽ ദൈവത്തെ സ്നേഹിച്ചിരുന്ന, അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന യേശു എന്തു പറഞ്ഞാലും യേശു കർത്താവ് എന്താണ് ചിന്തിക്കുന്നത്, അത് യേശു കർത്താവിന് അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാനും ഏറ്റവും ആവേശത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനും പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ദൈവത്തെ ആഴമായി സ്നേഹിച്ച ഒരു ദൈവ പൈതലായിരുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്നു. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ, പത്രോസിന്റെ ജീവിതത്തിൽ യേശു കർത്താവ് പറഞ്ഞ ആ കാര്യം നിവൃത്തിയാകുവാൻ ഇടയായി തീർന്നു. യേശു കർത്താവിനെ തള്ളിപ്പറയുവാൻ ഇടയായി വന്നു. എന്നാൽ ആ സമയം താൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു, പിന്നത്തേതിൽ യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു കാര്യം: പത്രോസെ, നീ എന്നെ ഇതിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ അവസാനമായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു നെടുവീർപ്പിന്റെ ശബ്ദം മാത്രം പത്രോസിനെ അവിടെ പറയുവാൻ ഉണ്ടായിരുന്നുള്ളൂ. താൻ ചെയ്ത ഒരുപാട് നന്മകൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നതിനപ്പുറമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മുൻപിൽ ഒരു നെടുവീർപ്പ് മാത്രമായിരുന്നു പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ ആവേശത്തോടെ മറ്റുള്ളവർക്ക് മുമ്പിൽ എന്തൊക്കെയോ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ ആവേശത്തോടെ നിൽക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥമായി ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ നമ്മൾ ആഴമായി സ്നേഹിക്കുന്നുണ്ടോ? ആ കർത്താവ് നൽകിയ പ്രമാണങ്ങളിൽ നമുക്ക് സ്ഥിരതയോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന ചിന്ത നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും ഫലവത്തായ കാര്യമാണ്. അതുകൊണ്ടാണ് തിരുവചനം വ്യക്തമായി പറയുന്നത്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ നേരിട്ടാലും, അതിൻ്റെ എല്ലാം നടുവിലും അതിനെല്ലാം അതിജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ ആഴമായി ദൈവം പകരും. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പിതാവ് മകനെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹമാണ്. എത്ര തന്നെ മകൻ മറുതലിച്ച് പറഞ്ഞാലും, എത്ര തന്നെ അപ്പനോട് പെറുപെറുത്ത്, അല്ലെങ്കിൽ നമ്മൾ തിരുവചനത്തിൽ ചിന്തിക്കുന്നത് പോലെ ഇളയ മകൻ അപ്പന്റെ ഭവനം വിട്ട് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്റെ സമ്പത്തെല്ലാം ചിലവാക്കി
തിരികെ മടങ്ങി വന്നപ്പോഴും ഭവനത്തിൽ പിതാവ് ചേർത്തണച്ചതുപോലെ കാത്തിരുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് ആ ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെയാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. ഈ ലോകത്തിൽ നമ്മൾ പലവിധമായ ആഘോഷങ്ങളിലും പലവിധമായ ഇടങ്ങളിൽ നമ്മൾ യേശു കർത്താവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർ, യേശുവിനെ അറിയാത്തവർ നമ്മെ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉത്തരം പറയുവാൻ കഴിയാത്ത നിലകളിൽ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പലരും പല നിലകളിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ കാലം ഈ നിമിഷം നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ള ആ ഒരു ചിന്തയിലാണോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള രീതിയിലാണോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടാനും നമ്മൾ എന്തെങ്കിലും നന്മയ്ക്കും പ്രാപിക്കുവാനും ആയിട്ടാണോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അവൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് സകലവും? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾക്കെല്ലാം ദൈവത്തിന് മുന്നമേ ഒരു പദ്ധതിയുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉടലെടുക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന തിരുവചനം നമുക്ക് വചനത്തിൽ വ്യക്തമാണ്. യിരെമ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് അത് പറയുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യൻ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് സകല മനുഷ്യന്റെ ജീവിത രീതിയും അവൻ എന്തായിത്തീരും, അവൻ ആരായിത്തീരും എന്നുള്ള യഥാർത്ഥ പദ്ധതി ദൈവത്തിന് അറിയാമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നടക്കുവാൻ, ആ നിർണയപ്രകാരം ദൈവം എന്താണോ ചിന്തിക്കുന്നത് അതേ ആഗ്രഹപ്രകാരം നമ്മൾ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തി എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഇയ്യോബ് എന്ന ഭക്തൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ദൈവത്താൽ വളരെ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ ഭൂമിയിലുള്ള സകല നന്മകളാൽ ദൈവം ഇയ്യോബിനെ നിറച്ചു. ഇയ്യോബിന് മക്കളെ കൊണ്ട് ദൈവം നന്മ വരുത്തി. എന്നാൽ ഒരു നിമിഷം പിശാചിന്റെ കരങ്ങളിൽ പിശാച് തന്നെ ദൈവത്തോട് ചോദിച്ച് ഇങ്ങനെ പരീക്ഷിക്കുന്ന ഒരു അനുഭവം ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നെ കൊന്നാലും ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കാണുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിച്ചിരുന്ന ഇയ്യോബിന്റെ വാക്കുകൾ, തന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അധികമായ സ്നേഹം, മറ്റു നന്മകളെക്കാൾ, ദൈവം തന്ന ഉപകാരങ്ങളെക്കാൾ ദൈവത്തോടുള്ള ആഴമായ സ്നേഹം നമുക്ക് തിരുവചനത്തിൽ ആ ദൈവഭക്തന്റെ ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിച്ച ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരുന്നതിനും അധികമായുള്ള നന്മകളെ ദൈവം നൽകി മാനിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും വരുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ നിർണയപ്രകാരം ദൈവത്തെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ തിരുവചനം ഇപ്രകാരം പറയുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ശത്രു നമ്മെ തകർക്കുവാൻ, നമ്മെ ദോഷം ചെയ്ത് നമ്മെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ നോക്കുന്ന സാഹചര്യങ്ങളിലും അതിനെല്ലാം നന്മയ്ക്കായി ചെയ്യുവാൻ, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ഇന്ന് ഈ നിമിഷവും കർത്താവിന് ശക്തിയുണ്ട്. ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം, ഒരുപക്ഷെ മറ്റു ചില മാനസികമായ സമ്മർദ്ദങ്ങൾ, വിഷമങ്ങളായിരിക്കാം നമ്മെ ഭരിക്കുന്നത്. നാളെ എന്തായി തീരുമെന്നുള്ള ആകുലതകളും ആശങ്കകളുമായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ മിനിസ്ട്രികളെ കുറിച്ചുള്ള വേദനയായിരിക്കാം. എങ്ങനെ മുൻപോട്ട് പോകും, ആര് സഹായിക്കുമെന്നുള്ള ആശങ്കകളായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ തിരുവചനത്തിൽ ആശ്രയിച്ച് അവൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ, യഥാർത്ഥമായി കർത്താവ് നമ്മിൽ നിന്നും എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിൽ നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ ഈ വചനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.